അപകടങ്ങളെ കുറിച്ചുള്ളതാണ്. അത് കാരണം ഫോണിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. നമ്മൾക്ക് എപ്പോഴോ നമ്മൾ ചില പരാജയങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിനേക്കാട്ടും ഒട്ടനവധി വിജയങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിജയങ്ങളൊന്നും നമ്മൾ കാണില്ല. ആ ഉണ്ടായ കൊച്ചു കൊച്ചു പരാജയങ്ങളെ വലിയ സംഭവങ്ങളായി കണ്ടുകൊണ്ട് നമ്മൾ സ്കേഴ്സിറ്റിയുടെ ലോകത്തങ്ങ് ജീവിക്കുകയാണ്. അബൻഡൻസിന്റെ ലോകത്തെ വിട്ടെറിഞ്ഞിട്ട് സ്കേഴ്സിറ്റിയുടെ ലോകത്ത് ജീവിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരുപാട് 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 അവസരങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് അവസരങ്ങളുടെ കുറവല്ല. അവസരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പല അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാണും, ഓ ഭയങ്കര മാറ്റം, എന്തൊരു വ്യത്യാസ വ്യക്തിക്ക് വന്നത്, 2 കൊല്ലം മുമ്പ് പുള്ളി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെയധികം വ്യത്യാസം വന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്നത് ആ ഓപ്പർച്യൂണിറ്റീസിനെ കാണുന്നു. നമ്മൾ അപ്പോഴും സ്കേഴ്സിറ്റിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്കേഴ്സിറ്റിയെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് സ്കേഴ്സിറ്റി കിട്ടുന്നു, ഓപ്പർച്യൂണിറ്റീസിനെ നോക്കുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ്, ആ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഇന്നത്തെ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു മൈൻഡ് സെറ്റിനെ നമുക്ക് മാറ്റം വരുത്തിയാൽ എന്ത് വ്യത്യാസം വരും എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയും കൂടി ചെയ്യാവുന്ന രീതിയിലാണ് ഇന്ന് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് അബൻഡൻസ് മൈൻഡ് സെറ്റ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺലോക്ക് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് പൊട്ടൻഷ്യൽസ് ആണ്. ആൻഡ് സക്സസിലേക്കുള്ള ഒരുപാട് പാത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് 1-2 കാര്യങ്ങൾ പറയാം. നമുക്ക് മേജർ റെവല്യൂഷൻസ്, അതായത് ലോകത്തുണ്ടായിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, കാർഷിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, IT റെവല്യൂഷൻ, അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഇന്റർനെറ്റിന്റെ റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള റോബോട്ടിക്സിന്റെ റെവല്യൂഷൻ, ബ്ലോക്ക് ചെയിൻ റെവല്യൂഷൻ, ഇങ്ങനെ പല തരത്തിലുള്ള റെവല്യൂഷൻസ് ലോകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റെവല്യൂഷൻസ് എല്ലാം വരുന്ന സമയത്ത് 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഒരു തരത്തിലുള്ള ആൾക്കാർ എന്താ പറയുക, കമ്പ്യൂട്ടറൊക്കെ വരുന്ന സമയത്ത് അയ്യോ കമ്പ്യൂട്ടർ വന്ന എല്ലാ ആൾക്കാരുടെയും ജോലി പോവും, ഇനി ഇതിനകത്ത് ഒരു കാര്യമില്ല, കമ്പ്യൂട്ടർ ഒന്നും ഇവിടെ വരാനേ പാടില്ല എന്ന് പറയും. ട്രാക്ടർ വന്നു കഴിഞ്ഞാൽ കർഷകരുടെ പണിയൊക്കെ പോകും, ട്രാക്ടർ പോലുള്ള സംഭവങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് പറയും. കാര്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിനകത്ത് വറി ചെയ്ത് സ്കേഴ്സിറ്റിയെ പറ്റി ആലോചിക്കും, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ആ ലെവലിലേക്ക് മാറും. ആ ലെവലിലേക്ക് മാറി ആ അസോസിയേഷൻ എന്തുണ്ടാക്കും, മൊത്തത്തിൽ സ്കേഴ്സിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആ 3% ആളുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ അതിനുള്ളിലെ ഓപ്പർച്യൂണിറ്റീസിനെ അനലൈസ് ചെയ്യും. ആ ഇങ്ങനൊരു അവസരം വരുന്നുണ്ട്, ട്രാക്ടർ വരുന്നുണ്ട്, ഇതിനെ ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അവരെന്ത് ചെയ്തു, നേരെ കർഷകരെ പോയി കാണുന്നു, ഞാനൊരു ട്രാക്ടർ വാങ്ങുന്നു, ഇവിടെ എല്ലാം ഞാൻ നിങ്ങൾക്ക് വരുന്ന ആ എമൗണ്ട് ചെലവ് ചുരുക്കി കൊടുക്കാന്നും പറഞ്ഞ് അവൻ കൃഷി ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തു. അവൻ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. കൂടുതൽ ട്രാക്ടർ ഉണ്ടാക്കുന്ന ആളുകൾ വന്നു. ഇനി കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ആളുകൾ വന്നു, കമ്പ്യൂട്ടർ വിൽക്കുന്ന ആൾക്കാർ വന്നു, കമ്പ്യൂട്ടറിന്റെ മെച്ചങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ആളുകൾ വന്നു. ഇങ്ങനെ വന്നപ്പോൾ ആ മേഖലയിൽ നിന്ന ആളുകളെല്ലാം പണം ഉണ്ടാക്കുന്നു. IT മേഖലയിലേക്ക് വന്നു, ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇന്റർനെറ്റിന്റെ ഗുണം പറഞ്ഞ് മനസ്സിലാക്കി, ഇന്റർനെറ്റിന്റെ യൂസേജിനെ കുറിച്ച് മനസ്സിലാക്കി, ലോകം മൊത്തം ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ വന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഈ ആളുകളെല്ലാം ഇന്ന് ലോകത്ത് കോടീശ്വരന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ബ്ലോക്ക് ചെയിൻ വന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ അടുത്ത് തന്നെ വന്നൊരു കാര്യമാണ്. AI വരുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, AI വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരു രക്ഷയില്ല, കാറുകളിൽ ഡ്രൈവറുടെ ജോലി പോലും കിട്ടില്ല, ബാക്കി എല്ലാ പണിയും പോവാണ്. സകല എന്താ പറയുക, സെർവർമാരൊന്നും ആവശ്യമില്ല ഹോട്ടലില്, അവിടെ എല്ലാം കമ്പ്യൂട്ടറാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒന്നും ഇല്ലാതായി പോകാൻ പോവാ, കഷ്ടപ്പാടും ബുദ്ധിമുട്ട് വരാൻ പോവാണെന്നുള്ളതാണ് പലപ്പോഴും പലയിടത്തും ഏറ്റവും കൂടുതൽ സംസാരം വരുന്നത്. പക്ഷേ അതിനുള്ളിൽ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് എങ്ങനെ ഉപയോഗത്തിലേക്ക് മാറ്റാം, അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗത്തിലേക്ക് മാറ്റാം എന്ന് ചിന്തിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ആളുകൾ മാറുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചിന്താഗതികളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്താഗതികൾ വളരെ സമൂലമായ മാറ്റങ്ങൾ വരുന്നതിന്റെ, ആ ലോകം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതിന്റെ ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ കാണാം. 1910 തൊട്ട് 1918 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആകെപ്പാടെ ലോകത്ത് ഒരു ബില്യണയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശതകോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, ഏതാണ്ട് 2020 കാലഘട്ടങ്ങളായപ്പോഴേക്കും അത് 2640 ബില്യണേഴ്സ് ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് എത്തി. അതായത് 2018 കാലഘട്ടങ്ങളിൽ 2208 ഉണ്ടായിരുന്നത് 2023 കാലഘട്ടമായപ്പോഴേക്കും, അതായത് വെറും 18 തൊട്ട് 23 വരെയുള്ള 5 വർഷത്തിനുള്ളിൽ വർധനവ് വന്ന ഏതാണ്ട് 400 ബില്യണേഴ്സിന്റെ ഇൻക്രീസ് ആണ് ലോകത്ത് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം വളരെ ഫാസ്റ്റായി കൂടുതൽ ആളുകൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിക്കൊണ്ട് ശതകോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
ഈ മേഖലകളിലേക്ക് നമുക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇന്നത്തെ പണ്ട് കാലത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ടോട്ടൽ അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ അല്ലെങ്കിൽ അവരുടെ അസറ്റ് വാല്യൂ കണക്കാക്കിയിരുന്നത് അവരുടെ കയ്യിലുള്ള റിയൽ എസ്റ്റേറ്റ് വാല്യൂ ആയിരുന്നെങ്കിൽ ഇന്ന് അത് മാത്രമല്ല ഇതിന്റെ അസറ്റ്. അവരുടെ കയ്യിലുള്ള സ്വർണവും റിയൽ എസ്റ്റേറ്റ് വാല്യൂവിനെക്കാട്ടിലേറെ അവർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയറുകളും അതിന്റെ ഒരു കണക്കാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി വെച്ച ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവുന്നു, അവരുടെ ഷെയറുകളുടെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ അസറ്റ് വാല്യൂ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുകളിൽ ഒരാളാവുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള അവരുടെ ഷെയറുകളുടെ വാല്യൂ കൂടുന്നത് തന്നെയാണ്. കാരണം 2019 കാലഘട്ടങ്ങളിൽ വെറും 1500 ഉണ്ടായിരുന്ന റിലയൻസിന്റെ ഷെയർ 2024 കാലഘട്ടം 2500 മാറി. ഒന്ന് ആലോചിക്കുക, ഈ വർധനവ് വരുന്ന സമയത്ത് അതിലിരിക്കുന്ന കൂടുതൽ കൂടുതൽ ഷെയറുകളുള്ള ആളുകൾ കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കുകയാണ്. TCS 2019 2100 ഉണ്ടായിരുന്നത് ഏകദേശം 3200 എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% വർധനവ് അതിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് 2019 തൊട്ട് 24 വരെ എന്ന് പറയുമ്പോൾ 5 വർഷത്തിനുള്ളിൽ 50% വർധന ഉണ്ടാക്കാൻ ആ ഷെയറുകൾക്ക് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റിന്റെ കാലഘട്ടം മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഷെയർസ് വന്ന സമയത്ത്, അതായത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഷെയറുകളും കാര്യങ്ങളും ഒക്കെ മറ്റു കമ്പനികളുടെ ഷെയർ മാർക്കറ്റും ഒക്കെ നിലവിൽ വന്നു. ആ വന്ന സമയങ്ങളിൽ അതിനെ ഉപയോഗിച്ചിട്ടുള്ളതും ശരിയായ രീതിയിലും തെറ്റായ രീതിയിലും ഉപയോഗിച്ചുള്ള ആൾക്കാരാണ്. നമുക്കറിയാം ഹർഷദ് മേത്ത പോലുള്ള സ്കാമുകൾ നടന്നിട്ടുള്ള കാലങ്ങളെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ആ മേഖല പുതിയൊരു അവസരങ്ങളാണ് ലോകത്തിന് തുറന്നു വന്നത്, ആളുകൾക്ക് തുറന്നു കൊടുത്തത്. ആ ഒരു അവസരങ്ങൾ ഉപയോഗിച്ച ആളുകൾ അവരുടെ അസറ്റ് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ലോക കോടീശ്വരന്മാരിലേക്ക് എത്താൻ ഇന്ത്യക്കാർക്കും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറി. പുതിയ പുതിയ ഇൻഡസ്ട്രീസും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വന്നു. ഇപ്പൊ തിരിച്ച് വന്നിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഏതാണ്ട് 2008 കൂടി ലോകത്ത് വന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയുടെ ഒരു കാലഘട്ടം. ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്രിപ്റ്റോ കറൻസീസിന്റെ ഒരു കാലഘട്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ വളർച്ചയും അതായത് ഷെയറിന്റെ വളർച്ചയും ക്രിപ്റ്റോ കറൻസികളുടെ വളർച്ചയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. പ്രമുഖമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എടുത്ത് നോക്കാം. 2019 ഡിസംബറിൽ ഒരു ബിറ്റ് കോയിന്റെ വില എന്ന് പറയുന്നത് $7200 ആയിരുന്നു. ഈ ക്രിപ്റ്റോ കറൻസികളുടെ മറ്റൊരു പ്രത്യേകത, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഷെയറുകളെല്ലാം ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ ഷെയറുകളാണ്. ഇതെല്ലാം ഇന്ത്യയിൽ മാത്രമേ നമുക്ക് വിപണനം ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യയിൽ മാത്രമേ മേടിക്കാനും വിൽക്കാനും പറ്റുള്ളെങ്കിൽ ക്രിപ്റ്റോ കറൻസികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെമ്പാടും വിപണനം ചെയ്യാൻ പറ്റുന്നതാണ്. ലോകത്ത് എല്ലായിടത്തും മാർക്കറ്റ് ഉള്ളതാണ്. ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ കമ്മോഡിറ്റിയാണ്. 2019 $7200 ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ 2024 1 ലക്ഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷെയർ മാർക്കറ്റിൽ 2019 1500 ഉണ്ടായിരുന്നത് 2024 2500 ആണെങ്കിൽ ബിറ്റ് കോയിൻ 2019 $7200 ഉണ്ടായിരുന്നത് 2024 ആയപ്പോൾ $1 ലക്ഷം എത്തിയിരിക്കുന്നു. അപ്പൊ അതിന്റെ വളർച്ചാ നിരക്ക് നോക്കുക. 2019 വെറും $130 ഉണ്ടായിരുന്ന എത്തേറിയം ഏകദേശം 2024 ആയപ്പോ $3929 വരേക്കും പോയിരിക്കുന്നു. റിപ്പിൾ 2019 വെറും 19 സെന്റ് ഉണ്ടായിരുന്നത് $2.38 കയറിയിരിക്കുന്നു. LTC ലൈറ്റ് കോയിൻ $45 ഉണ്ടായിരുന്നത് $137 വർദ്ധിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അസറ്റിൽ വന്ന വർധനം എന്തായിരിക്കും? ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അസറ്റിൽ വന്നിട്ടുള്ള വർധനം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ മാക്ലേൺ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരാനോ മനസ്സിലാക്കി തരാനോ നമുക്ക് സാധിക്കാത്തതിന്റെ റീസൺ അത്തരം മേഖലകളെ കുറിച്ചുള്ള അറിവുകൾ നമ്മൾ നേടാത്തത് കൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊന്നും അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസത്തിലൊന്നും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല എങ്ങനെ പണം സമ്പാദിക്കണം എന്നുള്ളത്, മറിച്ച് എങ്ങനെ നല്ലൊരു ജോലിക്കാരനാവണം എന്ന് മാത്രമേ പഠിപ്പിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായി പഠിക്കും മോനെ, പഠിച്ചാൽ മാത്രമേ നിനക്ക് നല്ലൊരു ജോലി കിട്ടുകയുള്ളൂ, ഒരു ജോലി കിട്ടിയാൽ മാത്രമേ നിന്റെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ ലിവറേജ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് ഇന്ത്യൻ കറൻസിയിൽ കിട്ടുന്നതിന് പകരം ഫോറിൻ കറൻസിയിൽ കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ പണം കിട്ടും എന്നുള്ളതിൽ അട്രാക്റ്റഡ് ആയി ഇന്ത്യയിൽ പോയി വിട്ടിട്ട് പുറമേ പോയിട്ട് വല്ലവർക്കും വേണ്ടി പണിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ തന്നെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിടക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നതെല്ലാം ബിസിനസ്സിലാണ്, അല്ലാതെ എംപ്ലോയ്മെന്റിലല്ല. ഒരു പണിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും ഒരു എംപ്ലോയി ആവാനോ മറ്റാർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യുന്നവരാവുന്നതിനെക്കാട്ടിലേറെ
നമ്മൾ അത് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഒപ്പം ആ മറ്റവർക്കും വേണ്ടി ജോലി ചെയ്യുന്നത് നമുക്കൊരു പുതിയ ബിസിനസ് പഠിക്കുന്നതിലൂടെ ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ മാക്ലനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഇത്തരത്തിലുള്ള മേഖലകളിലുള്ള ട്രേഡിങ്ങിനെ കുറിച്ചും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാക്ലൻ ഇവിടെ ചെയ്യുന്നത്. മാക്ലൻ ഓഫേഴ്സ് എ ഗെയിമിഫൈഡ് പ്ലാറ്റ്ഫോം, അതായത് ഒരു കളിയുടെ രൂപത്തിൽ ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എന്താണെന്നും ഇന്ന് ഏറ്റവും ഭയങ്കര ലാഭം ഉണ്ടാക്കാവുന്ന ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത് എന്താണെന്നും ഉള്ള ഒരു അറിവ് ആളുകളിലേക്ക് കൊടുക്കുക. ഈ അറിവില്ലാത്തതിന്റെ പേരിലുണ്ടാവുന്ന പ്രശ്നം എന്താ അറിയൂ? അറിവുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇതിനെക്കുറിച്ച് ഏകദേശം അറിവുള്ള കൂട്ടം ആൾക്കാരുണ്ട്. ഈ അറിവില്ലായ്മയെ മുതലാക്കിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പൈസ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ക്രിപ്റ്റോയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ എടുത്ത് കാണിച്ചിരുന്നു. എന്നിട്ട് പറയൂ, എന്റെ പേര് ഗോപാലൻ, എന്റെ ഒരു കോയിൻ ഉണ്ട്, ഗോപാലൻ കോയിൻ. ഈ കോയിൻ ഇപ്പൊ ബിറ്റ് കോയിൻ ഒന്നും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല, ഗോപാലൻ കോയിൻ നിങ്ങൾ മേടിച്ചു വെച്ചോ, ഇപ്പൊ നിങ്ങൾക്ക് അത് 1 രൂപയ്ക്ക് കിട്ടും. അപ്പൊ നാളെ ബിറ്റ് കോയിൻ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോപാലൻ കോയിൻ $1,00,000 ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആരാ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ചിലപ്പോൾ ഗോപാലൻ കോയിൻ വളർന്നാലോ, കുറെ കാശ് കൊണ്ടൊന്ന് ഗോപാലൻ കോയിൻ ഇടും, ഗോപാലൻ കോയിൻ അവിടെ കിടക്കും, പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവാൻ പോകില്ല. ഇത് സ്വാഭാവികമായിട്ട് ഈ മേഖലകളിൽ അറിവുണ്ടാവുമ്പോൾ സമയത്ത് കുറച്ച് അറിവില്ലാത്ത ആളുകളെ യൂട്ടിലൈസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. പിന്നെ ബിറ്റ് കോയിന്റെ ഈ വളർച്ച കാണിച്ചതിന് ശേഷം പറയും, കണ്ടോ ബിറ്റ് കോയിൻ ഇത്ര വെച്ചിട്ട് ഇത്ര കയറി, ഞാൻ ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്, വില കുറയുമ്പോൾ മേടിച്ചു വെക്കുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു, ഇങ്ങനെ ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ വളർച്ച കിട്ടുന്ന മേഖലകളിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പണം തരൂ, ഞാൻ നിങ്ങൾക്ക് ഇത് വളർത്തിത്തരാം. ഇത്രയും വലിയ വളർച്ച കിട്ടുന്ന മേഖലയിൽ നാട്ടുകാരുടെ അടുത്ത് കാശ് മേടിച്ച് വളർത്തേണ്ട കാര്യമുണ്ടോ? അവന് വേണ്ടി സ്വയം ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാലും ചെയ്തൂടെ? അത് അത്ര നല്ലൊരു ട്രേഡർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, കോടിക്കണക്കിന് സപ്പോർട്ട് ചെയ്യാൻ, അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ എത്രത്തോളം ഇന്നത്തെ കാലത്ത് ഇൻവെസ്റ്റ്മെന്റ് കിട്ടൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ്ങും അതേമാതിരി തന്നെ എന്താ പറയുക, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ഇഷ്ടം പോലെയാണ്. നല്ല പ്രൊജക്ട് ഉണ്ടായാൽ മാത്രം മതി. പൈസയ്ക്ക് ഇന്ന് ക്ഷാമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ലോകത്തുള്ള വലിയ വലിയ ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം പുതിയ പുതിയ ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ബിസിനസ്സും നല്ല പ്രൊജക്റ്റും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാശിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്ന് ഗവൺമെന്റ് തന്നെ ഒരുപാട് സ്കീംസ് ഇറക്കിയിട്ടുണ്ട്. സബ്സിഡി അടക്കം നല്ല പ്രൊജക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി അടക്കം വലിയ കാശൊന്നും ഇറക്കാതെ നമ്മുടെ കഴിവ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാവുന്ന ഒരുപാട് മേഖലകൾ ഇന്നിവിടെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുന്നത്? നമ്മൾക്ക് ഈ മേഖലകളെ കുറിച്ച് അറിവില്ലാതിരുന്നു കഴിഞ്ഞാൽ അറിവുള്ളവൻ നമ്മൾക്കിട്ട് നമ്മളുടെ പണത്തെ നഷ്ടപ്പെടുത്തുകയല്ലാതെ നമുക്ക് വലുതായിട്ട് നേടാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു അറിവുണ്ടാക്കി കൊടുക്കുക, ബേസിക് ആയിട്ടുള്ള ഒരു അറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാക്ലൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൊണ്ട് നമ്മൾ കമ്പനി ഇവിടെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്ലൻ എന്ന് പറയുന്നത് ബേസിക്കലി UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ആൽഫാക്കസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ലേണിംഗ് പ്രൊജക്റ്റ് ആണ് മാക്ലൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് മാർക്കറ്റ് ആൽഫാക്കസ് ലിമിറ്റഡ്. അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, സോഫ്റ്റ്വെയർ ഇനിഷ്യേറ്റീവ് ആണ് മാക്ലൻ എന്ന് പറയുന്നത്. ലോകത്തെല്ലായിടത്തും ഉള്ള ഈ ഒരു പ്രശ്നം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബേസിക് അവയർനെസ് കിട്ടുക എന്നുള്ളത്, എസ്പെഷ്യലി ക്രിപ്റ്റോ കറൻസിയോ ഫോറക്സിനെ കുറിച്ചുള്ള അവയർനെസ് ഉള്ള ലോകത്തെ പോപ്പുലേഷനെ കണക്കെടുക്കുകയാണെങ്കിൽ 5% താഴെ ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളൂ. ബാക്കിയുള്ള 95% ആളുകളും അവയർ അല്ല. അപ്പൊ ആ ആളുകളിലേക്ക് ഇത് എത്തിക്കുക, ഇൻഫർമേഷൻസ് എത്തിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് മാക്ലൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ആളുകളാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ സോഫ്റ്റ്വെയർസ് ആണ് നമുക്ക് തരുന്നത്. അതിനകത്തൂടെ നമുക്ക് ഇതിനകത്തുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ് തരുന്നത്? കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ടൂൾസ്, ബേസിക് ആൻഡ് അഡ്വാൻസ് സ്ട്രാറ്റജീസ്, ട്രേഡിംഗ് എങ്ങനെ ചെയ്യാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? നമുക്ക് വലിയ പൈസ ഒന്നും തന്നെ ഇറക്കാതെ നമുക്ക് എന്താ പറയാ, ഡമ്മി USDT വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ മാക് ടോക്കൺസ്, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, ജസ്റ്റ് നമുക്കൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ മാക് കോയിൻസ് നമുക്ക് ലഭിക്കുന്നു. നമ്മൾ ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കിയ മാക് കോയിൻസ് നഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് ഈ സിസ്റ്റത്തിനകത്തേക്ക് വരുമ്പോൾ തന്നെ കുറച്ച് മാക് ടോക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നു. നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു അതായത് ക്രിപ്റ്റോ കറൻസി എന്താണെന്നും ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്നും, എങ്ങനെ ട്രേഡ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ അതിനകത്തെ
ടൂൾസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. അത് പഠിച്ച് നമുക്ക് പരീക്ഷ എഴുതാം. പരീക്ഷയിൽ വിജയിക്കുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള മാക് ടോക്കൺസ് നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യാം. വിജയിച്ചുകൊണ്ട് നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യാം. പരാജയപ്പെടുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് മാക് ടോക്കൺസ് നഷ്ടപ്പെടുന്നു. അതേപോലെ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കാം, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെയും കൂടി ഈ ഒരു ഇനിഷ്യേറ്റീവിനകത്തേക്ക് മെമ്പറാക്കാം. അപ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട്ടം ആൾക്കാർ നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കൂടി നമ്മുടെ കൂട്ടുകാരും കൂടി ആ സ്കൂളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഒരു രസമുണ്ട് എന്ന് പറയുന്ന മാതിരി നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എല്ലാവരും കൂടി ഒരു ഡിസ്കസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. മാർക്കറ്റിലുള്ള ടൂൾസ് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ ഡിസ്കഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ മേഖലകൾ നമുക്ക് തുറന്നു കിട്ടുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് ബാക്ക്ലാൻഡിൽ. ബാക്ക്ലാൻഡിൽ നമുക്ക് കിട്ടുന്നത് ലേൺ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ്, ഡെമോ ട്രേഡിംഗ് വിത്ത് മാക് ടോക്കൺസ്, ടോപ്പ് മാർക്കറ്റ് ന്യൂസ്, മാർക്കറ്റിലുള്ള റെഗുലർ ആയിട്ടുള്ള ന്യൂസ് വരുന്നതെല്ലാം നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നു. ഒരു കോയിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രേഡ് ചെയ്യണം തോന്നി, അതിന്റെ മാർക്കറ്റ് സെന്റിമെന്റ്സ് എന്താണ്, ബൈ ചെയ്യാനുള്ള സമയമാണോ സെൽ ചെയ്യാനുള്ള സമയമാണോ എന്നുള്ള ആ മാർക്കറ്റ് സെന്റിമെന്റ്സിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നു. ഏതൊക്കെ കോയിനാണ് ഹോട്ടായിട്ട് നിൽക്കുന്ന അത്തരം ഹോട്ട് കോയിൻസിനെ കുറിച്ചുള്ള ഒരു ക്രിപ്റ്റോ കോയിൻസ് ഹീറ്റ് മാപ്പ്, പിന്നെ ലൈവ് മാർക്കറ്റ് റേറ്റ്സ്, ഇതെല്ലാമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അതേപോലെ ഫോറക്സിനെ കുറിച്ചുള്ള ഫോറക്സ് റേറ്റ്സ്. മോഡ്യൂൾസ് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം നമുക്ക് 49 മോഡ്യൂൾ വീതം ഫോറക്സിന്റെയും ക്രിപ്റ്റോസിന്റെയും 49 മോഡ്യൂൾസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈവ് ആയിട്ടുള്ള ചാർട്ട് കാണാം. ആ ചാർട്ടിനകത്ത് വെച്ച് നമുക്ക് ട്രേഡിംഗ് ചെയ്യാം. മാക് ടോക്കൺസ് റിവാർഡായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് മാക് ടോക്കൺസ് മേടിക്കാം. ആൻഡ് അതേമാതിരി തന്നെ നമുക്ക് ന്യൂസുകൾ നമുക്ക് അറിയാൻ സാധിക്കും. ക്രിപ്റ്റോ ന്യൂസിനെ കുറിച്ചും ഫോറക്സിനെ കുറിച്ചുള്ള ലൈവ് ന്യൂസുകൾ നമുക്കറിയാം. ഏതൊക്കെ കോയിനാണ് ഹോട്ടായിട്ട് നിൽക്കുന്നത്, ഏതൊക്കെ കോയിനാണ് വലിയ ഇതില്ലാതെ നിൽക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കാനായിട്ടുള്ള ഈ ഹീറ്റ് മാപ്സ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ മാർക്കറ്റ് ആൽഫക്കസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല. ഇറ്റ് ഹാസ് അസോസിയേറ്റഡ് വിത്ത് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ബിറ്റ്ഗെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോറക്സ് ട്രേഡിങ്ങിനാണെങ്കിൽ കാൾട്ടണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ചാർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് ഇനി ട്രേഡിംഗ് വ്യൂയിലേക്കായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് വ്യൂവിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്തരം ചാർട്ടുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് മാത്രം ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതിനെക്കാട്ടിലേറെ പറ്റാവുന്ന കുറെ കാര്യങ്ങൾ ഒന്നിച്ച് ചേർക്കുന്ന ഒരു സിസ്റ്റമാണ് മാക്ലിനോട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പക്കയായിട്ടുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡീഷണൽ വരുമാനത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഇതിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ മാക്ലിൻ തരുന്നുണ്ട്. എന്നെയൊക്കെ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ആക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ട്രേഡ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് മാത്രമായില്ല, ആ പഠിച്ച് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പൈസ വേണം. ആ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗം എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് ഇങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം വരുമ്പോഴും നമുക്കിങ്ങനെ റെഗുലർ ആയിട്ട് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കണം. ഈ റെഗുലർ ആയിട്ട് നമുക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുത്താൽ, നമ്മൾ പണിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ലോകത്തെ ഏറ്റവും നല്ല പ്രൊഫഷൻ നമ്മൾ പറയും ഡോക്ടർ ആയി കഴിഞ്ഞാൽ ആണ്, അല്ലെങ്കിൽ ടീച്ചർ ആയാൽ നല്ല പ്രൊഫഷനാണ്, അല്ലെങ്കിൽ ഗൾഫുകാരനായാൽ നല്ല രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ എല്ലാം പറയുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ പണിയെടുക്കൽ നിർത്തുന്നു അപ്പോൾ അവരുടെ വരുമാനം നിന്നു എന്നുള്ളതാണ്. പിന്നെ അവർക്ക് വരുമാനം കിട്ടണമെങ്കിൽ അവർ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് പണിയെടുക്കാതെ വരുമാനം തരുന്ന ഒരു കാര്യം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിലാണ് ഇങ്ങനെ റെഗുലറായിട്ട് വരുമാനം വരുന്നത്? ബിസിനസ് ചെയ്യുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ കിടന്നുറങ്ങിയാലും അവർക്ക് വരുമാനം വരും. കാരണം അവരല്ല അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്, അവരെക്കാൾ കഴിവുള്ള ആളുകൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്യുന്ന കാരണം ആ സിസ്റ്റത്തിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതിന്റെ പേരിൽ റെഗുലർ ആയിട്ടുള്ള വരുമാനം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ആണ് മാക്ലിനോട് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്ലിനകത്ത് ജോയിൻ ചെയ്യുന്നു. ഈ ഒരു കോഴ്സ്, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഇതൊരു ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റി ആണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രം ചെയ്യുന്നതല്ല, വേൾഡ് ഓവർ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്ന് പറയുന്നത്, ഈ കോഴ്സിനുള്ള സബ്സ്ക്രിപ്ഷൻ $100 ആണ്. $100, അതായത് ടെതർ കോയിൻ, US$ന്റെ ടെതർ കോയിൻ ആയിട്ടുള്ള USDT ആണ് ഇതിനകത്ത് എൻട്രി ഫീ. $100 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9,000 രൂപ നമുക്ക് എൻട്രി ഫീ വരുന്നത്. നമ്മൾ ജോയിൻ ചെയ്യുന്നു, നമ്മൾ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു ആളുകളിലേക്ക്, നമ്മുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മളുടെ റെഫറലിൽ ആരെങ്കിലും ഈ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കമ്മീഷൻ ലഭിക്കുന്നു. നമ്മളുടെ വർക്കിന്റെ വോളിയം കൂടുന്നതനുസരിച്ച് കൂടുതൽ വരുമാനം നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അസോസിയേറ്റ്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു, $100 കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസോസിയേറ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി.
അസോസിയേറ്റ് ആയി നമ്മൾ ഓരോ വ്യക്തിയെ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുമ്പോഴും നമുക്ക് $30 വെച്ച് കിട്ടും. എന്ന് വെച്ചാൽ ഒരു 2 പേരെ ഡെയിലി റെഫർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദിവസം ഒരു $60 വെച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഒരു മാസം 60 × 30 $1800 വരുമാനം ഉണ്ടാക്കാം. $1800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കാം. വെറും 2 പേര് ഡെയിലി റെഫർ ചെയ്യാൻ പറ്റിയ. ഇത് നമ്മൾ റെഫർ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന വരുമാനമാണ് ഞാൻ ഈ പറഞ്ഞത്. രണ്ടാമത്തത്, നമ്മൾ ഒരു 5 പേരെയെങ്കിലും നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് അടുത്തൊരു റാങ്കിലേക്ക് എത്തി. നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മാക് അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് എത്തി. ഈ സ്റ്റാറ്റസിൽ എത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്തതിന് ഈ 5 പേരെ റെഫർ ചെയ്യുമ്പോഴും നമുക്ക് $30 വെച്ചാണ് കിട്ടിയിരുന്നെങ്കിൽ ഈ 5 പേര് കഴിഞ്ഞാൽ 6ാമത്തെ ആളെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് $30 അല്ല കിട്ടുക, പിന്നീട് അവിടെ നമുക്ക് കിട്ടുക $40. എന്ന് വെച്ചാൽ നമ്മൾക്ക് 2 പേരെ വീതം ഡെയിലി റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് കിട്ടിയിരുന്ന 1.5 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 പേരെ വെച്ച് റെഫർ ചെയ്യുമ്പോൾ $80 വെച്ച് കിട്ടും. എന്ന് വെച്ചാൽ മാസം $2400 കിട്ടും. $2400 എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ മുകളിലായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ വെറും 5 പേരെ റെഫർ ചെയ്യുന്നതിൽ കൂടി നമ്മുടെ സ്റ്റാറ്റസ് ഒന്നുകൂടി വർദ്ധിച്ചു. മറ്റൊരു ഗുണവും കൂടി ഇവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ ചെയ്യുന്നതിന് മാത്രമേ വരുമാനം കിട്ടുന്നുള്ളൂ. ഈ അഫിലിയേറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആയി കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് 40 കിട്ടും. നമ്മൾ ഡയറക്റ്റ് നേരത്തെ റെഫർ ചെയ്തിരുന്ന ആൾക്കാർ അവരെ ചെയ്തപ്പോൾ നമുക്ക് 30 കിട്ടിയത്. അവരൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 30 കിട്ടും, ബാക്കിയുള്ള 10 നമുക്ക് കിട്ടും. നമ്മൾ 40കാരനാണ്, നമ്മുടെ ടീമിലുള്ള ആൾ വെറും 30കാരനാണ്, അദ്ദേഹത്തിന് 30 കിട്ടുന്നു, ബാക്കിയുള്ള 10 നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ റാങ്കുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് പെർസെൻറ്റേജ് വർദ്ധിക്കുന്നു. അപ്പൊ ഡിഫറൻസ് പെർസെൻറ്റേജ് നമുക്ക് എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളുടെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിനും നമ്മൾ ചെയ്യാത്തതിനും വരുമാനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എങ്ങനെ ആ ഒരു 40% ലെവലിലേക്ക് എത്തിയോ ആ കാര്യങ്ങൾ നമ്മുടെ ടീമിലുള്ളവരെ പഠിപ്പിച്ചു കൊടുത്ത് അറ്റ്ലീസ്റ്റ് 2 പേരെയെങ്കിലും ആ ലെവലിലേക്ക് ഉയർത്തുക. അപ്പോഴേക്ക് ഏകദേശം നമ്മുടെ ടീമിൽ ഒരു 10-25 പേരായിട്ടുണ്ടാവും. അങ്ങനെ ഒരു 25 പേരുടെ ടീം നമ്മൾ ഒരു 10 പേരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യണം. കാര്യം നമ്മളൊരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു കാണിക്കണം. അപ്പൊ 5 എന്നുള്ളത് 10 ഡയറക്റ്റും 2 പേരെങ്കിലും നമ്മുടെ ടീമിൽ അഫിലിയേറ്റും ആവുന്ന സമയത്ത് നമ്മൾ അടുത്ത റാങ്കിലേക്ക് എത്തി, അംബാസഡർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തി. ഈ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ റെഫർ ചെയ്താൽ $45 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 2 പേരെ വീതം ഡെയിലി റെഫർ ചെയ്ത് പോവുകയാണെങ്കിൽ $90 ഡെയിലി കിട്ടും. ഒരു മാസം $2700 നമുക്ക് സമ്പാദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 2.5 ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് ഒരു മാസം വരുമാനമായി. നമ്മൾ അടുത്ത റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് മാത്രം. ഇത് കൂടാതെ നമ്മളുടെ ടീമിൽ നിന്നുള്ള വരുമാനം വേറെ. കാര്യം നമ്മുടെ ടീമിലുള്ള ഒരാൾ 30%കാരനാണെങ്കിൽ അയാളുടെ ടീമിൽ നിന്ന് നമുക്ക് വരുന്നത്, നമ്മൾ കൊണ്ടുവന്ന ഒരാൾ 30%കാരനാണെങ്കിൽ അയാളുടെ ടീമിൽ നിന്ന് നമുക്ക് $15 കിട്ടും. നമ്മുടെ ടീമിലുള്ള അഫിലിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ടീമിൽ നമുക്ക് $10 കിട്ടും. അപ്പൊ അങ്ങനെ നമ്മളുടേതായ വരുമാനവും നമ്മളുടേതല്ലാത്ത വരുമാനവും നമുക്ക് കിട്ടും. ഈ രീതിയിൽ നമുക്ക് റാങ്കുകൾ ഉയർത്തിക്കൊണ്ടുപോകാം. അടുത്ത റാങ്ക് എന്ന് പറയുന്നത് മില്ലണയർ. നമ്മുടെ ടീമിലുള്ള 2 പേരെയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അടുത്ത റാങ്ക് നമ്മുടെ റാങ്കിലേക്ക്, അതായത് അംബാസഡർ റാങ്കിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ടോട്ടൽ ഒരു 100 പേരുടെ ടീമും ഒരു 15 ഡയറക്ട് റെഫറൻസും വന്നു കഴിഞ്ഞാൽ നമ്മൾ മില്ലണയർ എന്നുള്ള പൊസിഷനിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ കമ്മീഷൻ ലെവൽ $50 ആയി. നമ്മൾ പിന്നീട് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ $50 കിട്ടുന്നു. നേരത്തെ പറഞ്ഞ കണക്ക് 2 പേരെ കൊണ്ടുവന്നാൽ $100 ആയി. ഒരു മാസം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 2 പേരെ വീതം കൊണ്ടുവന്നാൽ തന്നെ മാസം $3000 വരുമാനം നമുക്ക് കിട്ടുന്നു. കാര്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ജോലിക്ക് ഒരാളെ എടുത്ത അയാളോട് എന്താ പറയുക, നിന്റെ ടാർഗറ്റ് ഇതാണ്, മാസം ഒരു ഡെയിലി ശമ്പളമൊക്കെ തരാം, അറ്റ്ലീസ്റ്റ് ഒരു 2 കച്ചവടം ഇങ്ങനെ ഡെയിലി തരണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് സാധാരണ എനിക്ക് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മളോട് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 3 ലക്ഷം രൂപയോളം വരുമാനം നേടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എടുത്തും. ഇതിന് പുറമെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ടീം കൊണ്ടിരുന്ന ബിസിനസിന്റെ വരുമാനമൊക്കെ ഒന്നും പറയാൻ പറ്റില്ല, അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. കാര്യം നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാർ വരുമ്പോൾ ആ വരുന്ന വരുമാനം നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തിനെക്കാട്ടിൽ എത്രയോ ഇരട്ടിയാവും എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ബില്യണയർ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വരുമാനം $55 ആവും. സെയിം ഇതേമാതിരി തന്നെ ടോട്ടൽ ഒരു 300 പേരുടെ ടീം വരണം, 20 ഡയറക്റ്റ് ഉണ്ടാവണം, 2 പേരെയെങ്കിലും മില്യണയർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് കഴിഞ്ഞാൽ ബില്യണയർ ആയി. പാറ്റേൺ വളരെ സിമ്പിൾ ആണ്. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഫോക്കസ് ചെയ്യുക, 2 പേരെ റാങ്ക് അച്ചീവ് ചെയ്യിപ്പിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ടീമിന്റെ നമ്പേഴ്സ് വളർന്നുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് ഡയറക്റ്റ് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂട്ടുക. ടോട്ടൽ ഹയസ്റ്റ് ആയിട്ടുള്ള റാങ്ക് എന്ന് പറയുന്നത് ട്രില്യണയർ ആണ്. ട്രില്യണയർ ആവാൻ നമുക്ക് ആകെപ്പാടെ വേണ്ട 25 ഡയറക്റ്റ് ആണ്. നമ്മുടെ ടീമുള്ള 2 പേരെയെങ്കിലും ബില്യണയർ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചെയ്താൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ട്രില്യണയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്താൽ $60 ആയിരിക്കും നമുക്ക് കിട്ടുക. 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡെയിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ
$120 വെച്ച് ഡെയിലി കിട്ടും. $120 ഡെയിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 $36,600 $3.5 ലക്ഷം മുകളിൽ വരുമാനം മാസം ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ ഇത്രയേ ആകപ്പാടെ ആവശ്യമുള്ളൂ. ഇത് ഒരു ഭീകരമായ ടാസ്ക് ആണോ അതോ സിമ്പിൾ ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ അബൻഡൻസിലാണോ ജീവിക്കുന്നത്, സ്കേഴ്സിറ്റിയിലാണോ ജീവിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. നമ്മൾ സ്കേഴ്സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. 9,000 ഭയങ്കര പ്രശ്നമാണ്. ആളുകളെ ചേർത്തത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ച് പോവുക, കിട്ടുന്നത് കൊണ്ട് ഒതുങ്ങി പോവാം, അതേ പറ്റുള്ളൂ. അതേസമയം നമ്മൾ അബൻഡൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലോകത്ത് ജനസംഖ്യയുടെ കണക്കൊന്നെടുത്തൊക്കെ എത്രയോ ആളുകളാണ്. നമ്മളുടെ കഴിവുകൾ ആലോചിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, പറയാനുള്ള കഴിവുണ്ട്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, മനസ്സിലാക്കിപ്പിക്കാനുള്ള കഴിവ്. ഈ കഴിവുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളർത്തിയെടുക്കാൻ സാധിക്കും. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റും. അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് കൂടുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അറിയാൻ പറ്റും. ആ ഓപ്പർച്യൂണിറ്റീസ് കൂടി നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഒരു രീതിയിൽ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ കമ്മീഷൻ കിട്ടുന്ന മെത്തേഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക, $30 ആയിരിക്കും കിട്ടുക. അഫിലിയേറ്റ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് 40 കിട്ടും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതിന് $10 വെച്ച് കിട്ടും. നമ്മൾ അംബാസിഡർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് 45 കിട്ടും. നമ്മുടെ ഡയറക്റ്റ് ഉള്ള അംബാസിഡർ അസോസിയേറ്റ്സിന്റെ ടീമിൽ നിന്ന് നമുക്ക് 15 കിട്ടും. അതേസമയം നമ്മുടെ താഴെയുള്ള അഫിലിയേറ്റ്സിന്റെ ടീമിൽ നിന്ന് നമുക്ക് 5 കിട്ടും. നമ്മളൊരു മില്ലണയർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് 50 കിട്ടും, നമ്മുടെ താഴെയുള്ള അസോസിയേറ്റിന്റെ ടീമിൽ നിന്ന് 25 കിട്ടും, അഫിലിയേറ്റിന്റെ ടീമിൽ നിന്ന് 10 കിട്ടും, അംബാസിഡർ ടീമിൽ നിന്ന് 5 കിട്ടും. ഒരു ട്രില്യണയർ എന്ന് പറയുന്ന ലെവലിലേക്ക്, ഹയസ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് 60 കിട്ടും. അസോസിയേറ്റ് ആയിട്ട് പുതിയൊരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൽ നമുക്ക് അയാൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ പുതുതായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 60 കിട്ടുന്നു. അയാൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടുന്നു. അദ്ദേഹം ഒരു അഫിലിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ 20 കിട്ടുന്നു. അദ്ദേഹം ഒരു അംബാസിഡർ ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് 15 കിട്ടുന്നു. അദ്ദേഹം ഒരു മില്ലണയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് 10 കിട്ടുന്നു. അയാൾ ഒരു ബില്ലണയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് 5 കിട്ടുന്നു. ഇനിയും ഇവിടെ വരുന്ന ഒരു ചോദ്യം എന്താണ്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈക്വൽ റാങ്ക് ആയാൽ അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ 10% നമുക്ക് ലഭിക്കും. നമ്മുടെ വരുമാനം കട്ടാവുന്നില്ല, അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ 10% നമുക്ക് ലഭിക്കുന്നു. അപ്പൊ നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അയാൾ നമ്മുടെ ഈ ഈക്വൽ റാങ്കിലേക്ക് വന്നു. അങ്ങനെ ഒരാളെയെങ്കിലും നമ്മൾ ട്രില്യണയർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് ഉയർന്നു. ഇത് നമ്മൾ കമ്പനിയുടെ എലൈറ്റ് പാർട്ണർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തി. ഈ എലൈറ്റ് പാർട്ണർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ടീമിനെ നോക്കണ്ട. നമ്മുടെ ടീമിൽ നിന്നുള്ള വരുമാനമല്ല, ടോട്ടൽ ഗ്ലോബൽ ലെവലിൽ കമ്പനിയിൽ എന്താണോ ബിസിനസ് നടക്കുന്നത് ആ ബിസിനസിന്റെ 5% ആരൊക്കെയാണോ എലൈറ്റ് പാർട്ണർ ലെവലിലുള്ളത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് എലൈറ്റ് പാർട്ണർ എന്ന് പറയുന്ന ലെവലില്. അപ്പൊ എന്ന് വെച്ചാൽ ട്രില്യണയർ ആയിട്ട് നമ്മുടെ ലെവലിലേക്ക് ഒരു ട്രില്യണറെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ പാർട്ണർ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തി. അടുത്ത ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് റീസൈക്കിൾ ബെനിഫിറ്റ്. റീസൈക്കിൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മൾ നേരെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ വ്യക്തി ചിലപ്പോൾ നമ്മളെക്കാൾ സ്മാർട്ടർ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ 10 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അംബാസിഡർ ആവാനോ മില്യണർ ആവാനോ ട്രില്യണർ ആവാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വ്യക്തി നമ്മളെക്കാട്ടിലും ഭയങ്കര സ്മാർട്ടർ ആവാം. ഈ സ്മാർട്ടർ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ $500 അദ്ദേഹം ഏൺ ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ ID റിന്യൂ ചെയ്യപ്പെടും. ഇതെങ്ങനെയാണ് റിന്യൂ ചെയ്യപ്പെടുന്നത്? നമുക്കിവിടെ കിട്ടുന്ന വരുമാനത്തിൽ 80% മാത്രമാണ് വിഡ്രോവബിൾ ആയിട്ടുള്ളത്. നമ്മുടെ വിഡ്രോവൽ വാലറ്റിലേക്ക് 80% വരും, 20% റിന്യൂവൽ വാലറ്റിലേക്ക് പോകും. എപ്പോഴാണോ നമ്മുടെ റിന്യൂവൽ വാലറ്റിൽ $100 ആവുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ID റിന്യൂ ചെയ്യപ്പെടും. ഇതേപോലെ നമ്മുടെ ടീമിലുള്ള ആളുകളുടെയും അവരെപ്പോഴാണോ അവരുടെ റിന്യൂവൽ വാലറ്റ് $100 ആവുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ID റിന്യൂ ചെയ്യപ്പെടും. ആ റിന്യൂ ചെയ്യുമ്പോൾ അതിന് മുകളിലേക്കുള്ള എല്ലാവർക്കും അതിന്റെ കമ്മീഷൻസ് ലഭിക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അസോസിയേറ്റ് ആവുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അദ്ദേഹം റിന്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് $30 കിട്ടി. അദ്ദേഹം ചിലപ്പോൾ ട്രില്യണർ ആയാലും എനിക്ക് അദ്ദേഹം റിന്യൂ ചെയ്യുമ്പോഴെല്ലാം $30 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ $500 അദ്ദേഹം വരുമാനം ഉണ്ടാക്കുമ്പോഴും $30 വെച്ച് എനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം ഞാനും ട്രില്യണർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഓരോ പ്രാവശ്യം റിന്യൂ ചെയ്യുന്ന സമയത്തും എനിക്ക് $60 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ റാങ്ക് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റിന്യൂവൽ ഇൻകവും റീസൈക്കിൾ ഇൻകം എന്ന് പറയുന്നതും വലിയൊരു ഹ്യൂജ് ഇൻകം ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇത് കൂടാതെ പാർട്ണർഷിപ്പ് ഇൻകം എന്ന് പറയുന്ന മറ്റൊരു ഇൻകം ഉണ്ട്. മാർക്കറ്റ് അഫക്ട്സ് നേരത്തെ ഞാൻ പറഞ്ഞു ഒരുപാട് കമ്പനീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള കൊളാബറേഷൻസ് പറയുന്ന ബിഗ്ഗറ്റ് ആയിട്ടും കാർട്ടനുമായിട്ടാണ്. നമ്മൾ ട്രേഡിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിഗ്ഗറ്റിൽ അക്കൗണ്ട് തുടങ്ങി മാർക്കറ്റ് അഫക്ട്സിന്റെ റെഫറൽ കോഡ് വെച്ചുകൊണ്ട് ബിഗ്ഗറ്റിൽ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അഫക്ട്സിന് അതിൻ്റെതായ ബ്രോക്കറേജിന്റെ ഒരു ഷെയർ ബിഗ്ഗറ്റ് പ്രൊവൈഡ് ചെയ്യും.
അതേപോലെ തന്നെ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാൾട്ടനുമായിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുകൂടി ഒരു ബ്രോക്കറേജിന്റെ ഒരു പാർട്ട് മാർക്കറ്റ് അൽഫക്കസ്റ്റിന് ലഭിക്കും. മാർക്കറ്റ് അൽഫക്കസ്റ്റിന് ലഭിക്കുന്ന ബ്രോക്കറേജ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് അൽഫക്കസ്റ്റിനെ സഹായിച്ച ഒരു ലീഡർഷിപ്പിലുള്ള ലെവൽ തൊട്ട്, അതായത് അംബാസിഡർ തൊട്ട് ഉള്ള ലെവലുകളിലേക്ക് അംബാസിഡർ ആയിട്ടുള്ള ആളുകൾക്ക് ആ കിട്ടുന്ന റവന്യൂവിന്റെ 40% അംബാസിഡേഴ്സും ഷെയർ ചെയ്യുന്നു, 25% വന്നിട്ട് മില്ലനേഴ്സ് ഷെയർ ചെയ്യുന്നു, 15% വന്നിട്ട് ബില്ലനേഴ്സിനും, 10% ട്രില്ലനേഴ്സിനും, 5% എലൈറ്റ് പാർട്ട്നേഴ്സും ഷെയർ ചെയ്തുകൊണ്ട് ഈ പാർട്ട്ണർഷിപ്പ് ഇൻകം ഡിവൈഡ് ചെയ്യുന്നു. കമ്പനിയുടെ ഡെവലപ്മെന്റ് കൂടുന്ന സമയത്ത്, അതായത് ടീം സൈസ് കൂടുന്നതിനനുസരിച്ച് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഒരുപാട് കമ്പനികൾ വരാൻ സാധ്യതയുണ്ട് നാളെ. അപ്പൊ ഒരുപാട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും ഇതിനകത്തേക്ക് വരും. ആ വരുന്ന സമയത്ത് ആ പാർട്ട്ണർഷിപ്പ് ഇൻകം എന്ന് പറയുന്ന ആ ഒരു ഇൻകം തന്നെ ഒരു ഭീകരമായ ഒരു ഇൻകമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ടീം സൈസ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ടീമിലുള്ള വരുമാനം വർദ്ധിക്കും, അതേമാതിരി പാർട്ണർഷിപ്പ് ഇൻകവും വർദ്ധിക്കും. പാർട്ണർഷിപ്പ് ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് അതൊരു അഡീഷണൽ എന്താ പറയുക ഒരു പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കുന്നതിനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്താ നടക്കുന്നത്? നമുക്കിവിടെ നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റും, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റും, പുതിയൊരു മേഖലയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും, സക്സസ് ഉണ്ടാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, പുതിയ പുതിയ എന്താ പറയാ റിവാർഡ്സും അവാർഡ്സും ഒക്കെ നേടാൻ പറ്റും, സെലിബ്രേഷൻ ആക്കാൻ പറ്റും, നമുക്ക് സെലിബ്രേഷൻസ് ഉണ്ടാവും, പിന്നെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതേമാതിരി നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, പുതിയ പുതിയ മേഖലകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അങ്ങനെ പുതിയ അറിവുകൾ നേടി നമ്മളുടെ ജീവിതത്തിനെ നമുക്കൊരു അബൻഡൻസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാക്ലിനോട് തരുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില സമയങ്ങളിൽ കിട്ടുന്ന ചില അവസരങ്ങളാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഈ അവസരങ്ങളെ നമ്മൾ തിരിച്ചറിയാത്തതാണ് പലപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും, എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുമ്പിൽ കാണുന്ന അവസരങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുക. ഈ അവസരം ഉപയോഗിക്കുന്നതോടെ എനിക്ക് എന്താ ലാഭം, ഈ അവസരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ആളുകൾക്ക് എന്താണ് ലാഭം, ഈ ലാഭം രണ്ടു കൂട്ടർക്കും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ അവസരം ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അത് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. വിഷ് യു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി സർ. താങ്ക് യു. വളരെ മനോഹരമായിട്ടല്ലേ, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ് ആശയം നമുക്ക് പങ്കുവച്ചു. ഒപ്പം തന്നെ അല്ലെ, എന്തിനാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്, എന്താണ് ഈ ബിസിനസ്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം നമുക്ക് ഷെയർ ചെയ്തു തന്നു. വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം നമ്മളുടെ ഈ ബിസിനസ് നമ്മളുടെ മുരളി സാറ് സൂചിപ്പിച്ചത് തന്നെയാണ്, നമ്മളുടെ ചിന്തകളാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് ചെയ്ത് സക്സസ് ആവുകയും വീണ്ടും പല ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിലും ഒക്കെ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വീണ്ടും അദ്ദേഹം ചില സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് പോവുകയും ഇപ്പോൾ നമ്മളുടെ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹം നമ്മളോടൊന്ന് ഷെയർ ചെയ്യും. അതിനായി ഞാൻ വളരെ സ്നേഹപൂർവ്വം ശ്രീ ഗണേഷ് സാർ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു. ഗണേഷ് സാർ പ്ലീസ്. ഓക്കെ, ഗുഡ് ഈവനിങ്. നിങ്ങൾ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ഈ സബ്ജക്ട് പറഞ്ഞു തരാൻ അറിയാവുന്നവരാരും തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാളാണ് ഇന്ന് ഈ ഒരു സബ്ജക്ട് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിനകത്ത് തോന്നിയ അട്രാക്ഷൻ എന്താണെന്ന് പറയാം. അതായത് എന്നെ സംബന്ധിച്ച് ധാരാളം ട്രഡീഷണൽ ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്, ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ പഠിത്തത്തിന് ശേഷം ബിസിനസ് ആയിരുന്നു ചെയ്തിട്ടുള്ളത്, എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഡേ 1 ഓൺവേർഡ്സ് ബിസിനസ്സുകളിലായിരുന്നു. പല ബിസിനസ്സുകളെയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഇന്നിപ്പം ട്രെയിനറായിട്ടും ഒക്കെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു മാറ്റം, മാർക്കറ്റിൽ എന്നും വലിയ വലിയ റെവല്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഏത് റെവല്യൂഷൻ വരുന്ന സമയത്ത് ഒരുപക്ഷെ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം റെവല്യൂഷൻ വരുന്ന എല്ലാ സമയത്തും നമുക്ക് പഠിക്കാനുള്ള വിമുഖത കാരണം നമ്മൾ അതിനെ എതിർക്കും. അതാണ് നമ്മുടെ പൊതുവിലുള്ള ഒരു സ്വഭാവം, പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും കാണിക്കാറുള്ളതാണ്. നമുക്ക് പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാനോ പഠിക്കാനോ തയ്യാറാവാതിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അതിനെ എതിർക്കും. ഇതൊന്നും നടക്കുകയില്ല, നമ്മുടെ നാട്ടിൽ നടക്കുകയില്ല, ഇങ്ങനെയാണ് പറയാറ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല റെവല്യൂഷൻസ് വന്ന സമയത്തും നമുക്ക് അതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. ലാസ്റ്റ് നമ്മൾ കസ്റ്റമറായി. കാരണം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മൊബൈലുണ്ട്,
എല്ലാവരുടെയും കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്. എന്ന കാരണം വെച്ചാൽ നമ്മളെല്ലാം കസ്റ്റമറായി. ബിസിനസ് ഓപ്പർച്യൂണിറ്റി മറ്റുള്ള പല സ്റ്റേറ്റും കൊണ്ടുപോയി. അവരെല്ലാം വലിയ നിലയിലേക്ക് എത്തി. ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം പുറത്ത് സ്റ്റേറ്റിലും പുറത്ത് രാജ്യത്തും പോയി ജോലി ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകാമെന്ന് വരുന്നു. ഇതേ ഓപ്പർച്യൂണിറ്റി അതുപോലത്തെ ബിസിനസ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സാധിച്ചില്ല. ഇത് പക്ഷേ ഇത് അതിനേക്കാളും അപ്പുറത്തെയാണ്. അതായത് ഇതിനെ നമ്മൾ കാണേണ്ടത്, ഞാൻ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും തിരമാലയെ ചാട്ടവാറ് കൊണ്ടടിച്ച് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. തിരമാല എന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകും. അതായത് ഇന്നുള്ള ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർ ഇത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ, ടെക്നോളജി വന്ന് ഇന്ന് സമസ്ത മേഖലയിലും, അത് ഇന്ന മേഖലയെന്നൊന്നുമില്ല, ഞാൻ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷിയിലെ മോഡേൺ ടെക്നോളജി ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെല്ലാം കൃഷിയിലെല്ലാം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്ന അഗ്രികൾച്ചർ മേഖല, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല പറയുകയാണെങ്കിൽ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് കൃഷി കഴിഞ്ഞു എന്നാണ്. കൃഷിയുടെ മേഖല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. യഥാർത്ഥ റെവല്യൂഷൻ വരാൻ പോകുന്നുള്ള ആ മേഖലയിൽ ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ 10 സെന്റിലും 15 സെന്റിലും ഉള്ള ആൾക്കാർ ഒരു മാസം 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്ന തലത്തിലേക്കുള്ള മോഡേൺ കൃഷികൾ വരികയാണ്. അത് അറിയാൻ മേലാത്ത ആൾക്കാർ, അല്ലെ അതിനകത്തേക്ക് വരാത്ത ആൾക്കാർ അതിനകത്ത് ഫീൽഡ് ഔട്ട് ആയിപ്പോവും. സാധാരണ ഇന്ന് ആ ഇൻഡസ്ട്രി നിൽക്കുന്നവരെല്ലാവരും തന്നെ മിക്കവാറും ആൾക്കാരെല്ലാം ഔട്ട് ആയിപ്പോവും. വേറെ ആൾക്കാരായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ എന്ന് പറയുന്ന പോലെ എല്ലാ മേഖലയിലും ഇപ്പൊ ഡോക്ടർമാർ, പല ആൾക്കാർ ഇന്ന് കുട്ടികളെ MBBS പഠിക്കാൻ വിടുന്നു. പല ആൾക്കാർക്കും അറിയാൻ മേല കാരണം ഇന്ന് മനുഷ്യര്, അതായത് ഡോക്ടർ നേരിട്ട് നമ്മുടെ ഒരു അസുഖം ഡയഗ്നോസിസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് മെഷീൻസ് ചെയ്യും. ഇതാണ് കാലം വരാൻ പോകുന്നത്. കാരണം ഇങ്ങനെയുള്ള എല്ലാ ബിസിനസ്സുകളിലാണെങ്കിൽ നമ്മൾ ഏത് മേഖല നിൽക്കുന്നവരാണേലും അവർ കൊണ്ടിരിക്കുന്ന എല്ലാ വേറെ മനുഷ്യന്റെ ഇന്റർവെൻഷൻ ഇല്ലാത്ത ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാ മേഖലയിലും. അപ്പൊ ആ സാഹചര്യത്തില് നമ്മൾ ഇനിയുള്ള കാലത്ത് ഇത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ പിക്ചർ കാണിയല്ല, യു ആർ ഔട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ. നമ്മളെ റെഫറി വിളിക്കുന്നതല്ല, നമ്മളെ റെഡ് കാർഡ് കാണിച്ച് പുറത്താക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ബിസിനസ്സിനകത്തുനിന്ന് തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കാരണം, ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ കാരണം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കാനും ലോകം മുഴുവൻ കോൺടാക്ട്സ് ഉണ്ടാക്കാനും അതൊക്കെ നമുക്ക് വിലമതിക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ പല ആൾക്കാർ സ്കൂളിലും കോളേജിലും കഴിഞ്ഞതോടുകൂടി നമ്മുടെ പഠനങ്ങൾ നിർത്തി, പുസ്തകം. അതിന് പകരം നമ്മൾ എന്നും ഒരു സ്റ്റുഡന്റ് ആയ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച്, ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ടാകാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച്, അൺലിമിറ്റഡ് വെൽത്ത് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും വലിയ ഇത് മനസ്സിലാക്കുന്നത്, ഇനി ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പോലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലോ. ചുമ്മാ കിളവന്മാര് അവരോട് പറഞ്ഞിട്ടുണ്ടാ. ഇപ്പൊ തന്നെ പല ആൾക്കാരും വീട്ടിൽ അവസ്ഥ, ഈ പ്രായമുള്ളവരോട് ചെറുപ്പക്കാരോട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരും അടുക്കത്ത് പോലുമില്ല. പിള്ളേര് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആരും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോലും വരികയല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ നോക്കാൻ പറ്റും. ഇന്ത്യയിലെ പോപ്പുലേഷന്റെ 60% ആൾക്കാർ 35 വയസ്സിൽ താഴെയാണ്. ഈ 35 വയസ്സിൽ താഴെയുള്ളവർ വേറൊരു ലോകത്തുള്ളവരും 35 വയസ്സിൽ മുകളിലുള്ളവർ വേറൊരു ലോകത്തും ജീവിക്കുകയാണ്. ആ 35 വയസ്സുകാരന്റെ താഴെയുള്ള ആൾക്കാരോട് സംസാരിക്കുകയോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്നും അല്ലാതെ വേറെ ഓപ്ഷൻ സാധാരണക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഔട്ടാവും, ഏതെങ്കിലും ഒരു മൂലയ്ക്കാവും. ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് തമാശനെ ഇവരൊക്കെ തൃശ്ശൂർക്കാരുടെയൊക്കെ ഭാഷ പറഞ്ഞ പണമാവും എന്നിടം വരെ വെറുതെ യൂസ്ലെസ് ആയിട്ടൊരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാനുള്ള കാരണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. അല്ലെ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഷെയർ ചെയ്തു. ഒപ്പം തന്നെ ട്രഡീഷണൽ ബിസിനസ്സിൽ വളരെ സക്സസ് ആയി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു പേഴ്സണാലിറ്റിയും കൂടെ അദ്ദേഹത്തെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യാം. മിസ്റ്റർ സനോജ് വാസുദേവ്, പ്ലീസ് സർ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ മേഖലയിൽ കൂടെ വന്ന് എൻ്റെ ബിസിനസ് ട്രഡീഷണലാണ്. ജ്വല്ലറി ആയിരുന്നു എൻ്റെ ബിസിനസ്. അച്ഛനുണ്ടാക്കിയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് നിലനിർത്തി കൊണ്ടുവന്ന ഒരാളാണ്. പക്ഷെ അത് പിന്നീട് എനിക്ക് മനസ്സിലായത് ആ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടെ നമുക്ക് വലുതാവാൻ പറ്റില്ല. കാരണം ടെക്നോളജി കാലം മാറുമ്പോൾ ടെക്നോളജി ഒരേ സമയത്ത് അതിൻ്റെ 10 ഇരട്ടി മൈൽ സ്പീഡിലാണ് ടെക്നോളജി സഞ്ചരിക്കുക. പക്ഷെ നമ്മൾ ആ ഹോണ്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരു സെന്റിമെന്റ്സ് നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫെയിലാവും എന്ന് മനസ്സിലായതിൻ്റെ പേരിലാണ് ഒരു ചേഞ്ച് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ 2005 ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരികയും അതിൽ കൂടെ ഉണ്ടായ ഒരു ചേഞ്ച്, ഒരു എന്താ പറയുക, ട്രമൻഡസ് ആയിട്ടൊരു മാറ്റം എനിക്കുണ്ടായി, സത്യമാണ്. പക്ഷെ അതും മാറി, ആ ടെക്നോളജി മാറി. ഇപ്പൊ നിൽക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ലോകം മുഴുവൻ, അന്ന് നമ്മൾ നമ്മുടെ ഒരു പെനിട്രിയിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ആയിരുന്നു എങ്കിൽ ഇന്ന് ലോകം മുഴുവൻ
നമുക്കൊരൊറ്റ കറൻസിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ അത് വേൾഡ് ഓവർ കിട്ടുന്ന ഏറ്റവും വലിയൊരു ട്രോഫി ആയിരിക്കും അത്. കാരണം ഇന്ന് ലോകത്ത് അങ്ങനെ ഒരു ബിസിനസ് ഇല്ല. കാരണം ലോകം മുഴുവൻ ഒറ്റ കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാണ്. അത് എല്ലാവർക്കും വേണ്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്, മാക്ലേഡ്. അത് ആർക്കും വേണ്ട എന്ന് പറയാനും പറ്റില്ല. ആ സാധനം വേൾഡ് ഓവർ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സ്കോപ്പാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സുകളോടും, നിങ്ങൾക്കറിയില്ലെങ്കിലും എൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ട്, എൻ്റെ എന്താ പറയുക, പൂർവ്വകാലം ഫ്രണ്ട്സുകളും എന്നെ അറിയാവുന്ന ഫ്രണ്ട്സുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 50 വയസ്സിൽ ഞാൻ റിട്ടയർ ആവും എന്ന്. ഞാൻ വെറുതെ പറഞ്ഞതാ, ഇപ്പോഴൊന്നല്ല, ഒരു 5 കൊല്ലം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. എനിക്കറിയാം ടെക്നോളജി അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. പക്ഷെ ഇന്നത് അത് എന്താ പറയാ, അത് എൻ്റെ വാക്കുകൾ സാധ്യമായിട്ട് വരികയാണ് ഇപ്പോൾ. കാരണം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ 50 വയസ്സിൽ ഇനി വരാൻ പോകുന്ന ടെക്നോളജികളിൽ ഞാൻ വെറുതെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഏറ്റവും വലിയൊരു അസറ്റായി മാറാൻ പോകുന്ന, നമ്മൾ ഒരു റിസ്ക് എടുക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മളെ ഒപ്പം നിന്നുകൊണ്ട് പുഷ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് എത്താൻ പറ്റുന്നുള്ള ഒരൊറ്റ ഉറച്ച ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോൺസെപ്റ്റ് എടുത്തതും അത് പ്രൊമോട്ട് ചെയ്യുന്നതും. ഇന്ന് അതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നത് എന്താ വെച്ചെങ്കിൽ, ഒരാളോട് പോലും പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലാത്തൊരവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ജനങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ടെക്നോളജി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ അവർ എവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരും നിൽക്കാൻ നമ്മുടെ കൂടെ തയ്യാറാണെന്നുള്ള ഒറ്റൊരു ഉറച്ച ബോധ്യം നമുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അത് 100% നമുക്ക് സക്സസ് ആവും എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ഇന്ന് അതിൽ കൂടെ ഏറ്റെടുത്തിട്ട് 100% സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്യുന്നു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സനോജി. നമുക്ക് അറിയാമല്ലോ, ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം നമ്മളുടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അതുപോലെ വളരെ വേണ്ടപ്പെട്ട ആളുകളോ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ചിങ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെ, നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടോ നിങ്ങളുടേതായിട്ടുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1953 മെയ് 29 ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം നടന്നിരുന്നു. വേറൊന്നുമല്ല, എവറസ്റ്റ് ആരോഹണം. അതില് എഡ്മണ്ട് ഹിലാരിയും ടെൻസിങ്ങും അവർ രണ്ടുപേരും അത് കടക്കുന്നവരെ നമ്മളുടെ മനുഷ്യന്റെ ചിന്തകൾ, മനുഷ്യന്റെ ആരോഗ്യപരമായിട്ടുള്ള ശാരീരിക പ്രകൃതികളും മറ്റു സംഭവങ്ങളും വെച്ചുകൊണ്ടിട്ടുള്ള ഒരു കണക്കുകൂട്ടലുകൾ, അതിലേക്ക് ഒരാൾക്ക് പോലും ആ മനുഷ്യന്റെ ശാരീരിക പ്രകൃതി വെച്ച് അത് എവറസ്റ്റ് കീഴടക്കാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷെ 1953 മെയ് 29 ശേഷം, അല്ലെ, അവര് അത് കീഴടക്കിയതിനു ശേഷം ഇന്ന് 10,000-കണക്കിന് ആളുകൾ, അത് നമ്മളുടെ ചിന്തകളാണത്, ഓരോ മനുഷ്യന്റെയും ചിന്തകൾ. നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് നിർത്തിപ്പോകാം, അല്ലെങ്കിൽ പ്രോഗ്രാം കേട്ടു സന്തോഷം പിരിഞ്ഞു പോകാം. അതല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ഓരോ ആൾക്കാരും ഇത് നമ്മൾക്ക് പറ്റിയ ഒരു ബിസിനസ് ആണെന്നുള്ള തിരിച്ചറിവിലോട്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരാൻ പോകുന്ന കോടികളും നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലേക്ക് വരാൻ പോകുന്ന വലിയ റിച്ച് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ അവസരം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഒപ്പം തന്നെ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളുടെ വരുന്ന ഫ്രൈഡേ, വെള്ളിയാഴ്ച വൈകുന്നേരം 8:30 ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ ട്രേഡിംഗ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ബുധനാഴ്ച നമ്മൾ ഈ ബിസിനസ് പ്രസന്റേഷൻ എല്ലാ ബുധനാഴ്ചകളിലും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകളുമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിട്ട് അടുത്ത വെനസ്ഡേയിലേക്ക് നമ്മളുടെ ഗസ്റ്റുകളെയും കൂടെ ഇതിന്റെ പാർട്ടിസിപ്പൻസ് ആക്കാനായിട്ടുള്ള ഓരോരുത്തരുടെയും ശ്രമം, നമ്മൾ ഇതിലും മനോഹരമായിട്ടുള്ള പ്രസന്റേഷനുകളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും ഈ അവസരം ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാ ആളുകളും ഈ ബിസിനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്പോൺസറുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മളെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.